warm good morning to all of you. We are going to the next session of fundamentals of investments. And in the previous class, we were analyzing the risk of a portfolio. And you have studied what is a portfolio and how its expected returns are calculated. And risk is calculated by using covariance as well as coefficient of correlation. And now we are going to study an easier method of finding out the variance or the risk of a portfolio. And in the previous class, I have concluded with by saying that there is an easier formula for finding out the risk of a portfolio. And we are going to study that formula as well as to work out some problems based on that formula. Okay. And the portfolio variance can be found out with the help of the following formula. It has been written in the whiteboard. And here, just vaikam, that is sigma p square is equal to xx square sigma x square plus xy square sigma y square plus 2xx xy into rxy sigma x sigma y. This is a formula for, it's a lengthy formula, but no problem, it is very easy to find out. Just grasp ചെയ്താൽ മതി. അത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോ വേരിയൻസ് ഈസിലി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. ആൻഡ് ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദ ഫസ്റ്റ് വൺ ഈസ് സിഗ്മ പി സ്ക്വയർ. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഫോർമുല എഴുതിയിട്ടുള്ളത്. സിഗ്മ പി സ്ക്വയർ. സിഗ്മ പി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വേരിയൻസ്, ദാറ്റ് ഈസ് സിഗ്മ പി സ്ക്വയർ. നമുക്ക് സിഗ്മ എന്നുള്ള സംഭവം നിങ്ങൾക്കറിയാം, ഇറ്റ് ഡിനോട്ട്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്മ. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. സിഗ്മ സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വേരിയൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സോ സിഗ്മ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ദിസ് എക്സ് എക്സ് സ്ക്വയർ. ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എക്സ് എഴുതിയിട്ടുണ്ട്, ഇത് സ്മോൾ എക്സ് ആണ് താഴെയുള്ളത്. സോ എക്സ് എക്സ് square. And what do you mean by xx? Xx means the proportion that has been invested in security x should be squared. Okay, നമ്മൾ പ്രൊപ്പോർഷൻ പ്രോബ്ലത്തിൽ പറയും 40% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി എക്സ്, അല്ലെങ്കിൽ 50% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി എക്സിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ് വൈ സ്ക്വയർ കിടക്കുന്നുണ്ട്, അതായത് സെക്യൂരിറ്റി വൈയിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതാണ് എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്സ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്നതും അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ് സ്ക്വയറിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെക്യൂരിറ്റി എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ചെയ്തത്, ദാറ്റ് മീൻസ് വേരിയൻസ്. ഓക്കെ, സെക്യൂരിറ്റി എക്സിൻ്റെ വേരിയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിഗ്മ എക്സ് സ്ക്വയർ എന്ന്. പോർട്ട്ഫോളിയോൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ളിലുള്ള ആ പോർട്ട്ഫോളിയോൻ്റെ ഉള്ളിലുള്ള ഓരോ സെക്യൂരിറ്റീസിൻ്റെയും വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് ദി പോർട്ട്ഫോളിയോ വേരിയൻസ് ആൻഡ് വി ക്യാൻ അനലൈസ് ഇറ്റ് വൺ ബൈ വൺ. ആൻഡ് ഹിയർ ദർ ഇസ് എ പ്ലസ് സൈൻ. ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ സ്റ്റഡി ഇറ്റ് വൺ ബൈ വൺ. ദർ ഈസ് എന്താണ് എക്സ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്? വാട്ട് ഈസ് എക്സ് എക്സ് സ്ക്വയർ? xx square, it is
proportion of security X in the portfolio, that is xx square. That is proportion of security X in the portfolio, it should be squared. xx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ proportion of security X in the portfolio, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ക്വയർ ചെയ്യാണ്. അതിനെ വിളിക്കുന്ന പേരാണ് xx square. ഓക്കെ, ദെൻ വാട്ട് ഈസ് സിഗ്മ എക്സ് സ്ക്വയർ? എന്താണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിഗ്മ എക്സ് സ്ക്വയർ മീൻസ് സിഗ്മ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് security X in the portfolio. സെക്യൂരിറ്റി എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടോ, രണ്ട് സെക്യൂരിറ്റീസിൻ്റെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സെക്യൂരിറ്റി ഏതാണോ അതാണ് സെക്യൂരിറ്റി എക്സ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഏതാണോ അതാണ് സെക്യൂരിറ്റി വൈ എന്ന് പറയുന്നത്. സോ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി എക്സ് ഇൻ ദ പോർട്ട്ഫോളിയോ. ഓക്കെ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേരിയൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ് വൈ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് വൈ മീൻസ് പ്രൊപ്പോർഷൻ ഓഫ് സെക്യൂരിറ്റി വൈ ഇൻ പോർട്ട്ഫോളിയോയിൽ വൈയുടെ ആ പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50%, 40% എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. പ്രൊപ്പോർഷന് വിളിക്കുന്ന പേരാണ് എക്സ് വൈ. ഓക്കെ, ഇനി അടുത്തത് 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ഇനി അവിടെയും വീണ്ടും നമ്മൾ എക്സ് വൈ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് പ്രൊപ്പോർഷൻ, രണ്ട് സെക്യൂരിറ്റീസ് ആണ്, അതിൻ്റെ പ്രൊപ്പോർഷൻ വീണ്ടും ഇവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. രണ്ട് പ്രൊപ്പോർഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ വീണ്ടും വേറൊരു സംഖ്യയായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഏതൊക്കെയാണ് അവിടെ പറയുന്നത്? അതിലൊന്ന് ആർ എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ x and y, that is rxy. rxyനെ ആറിന് ശരിക്കും കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സിമ്പൽ ഇങ്ങനെയാണ് എഴുതുക, എങ്കിലും തൽക്കാലം അതിൻ്റെ സ്മോൾ ലെറ്റർ ആർ എഴുതിയാൽ മതി. സോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അവിടെ വീണ്ടും അവിടെ സിഗ്മ എക്സ് സിഗ്മ വൈ എന്നവിടെ തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി എക്സ് ആൻഡ് സിഗ്മ വൈ മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി വൈ. ഓക്കെ, ഇതിൻ്റെ തന്നെ സ്ക്വയർ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ എടുക്കണം. അതായത് വേരിയൻസ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി എക്സ് ആൻഡ് വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി വൈ. അതല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഫോർമുലയിൽ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും പ്രൊപ്പോർഷൻ അതിൽ വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും വേരിയൻസ് അതിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ അതിൽ വരുന്നുണ്ട്. പ്ലസ് രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും കോറിലേഷൻ കോഎഫിഷ്യൻറ്റും ഈ ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ പ്രോബ്ലത്തിൽ ഈ ഐറ്റംസ് 1 by 1 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിനെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതേസമയം നമുക്കിപ്പോൾ പ്രൊപ്പോർഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മളിത് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. തൽക്കാലം ചെറിയൊരു പ്രോബ്ലം, ഇതെല്ലാം ഉള്ള ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം. എല്ലാ ഐറ്റംസും പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം.
അതിൽ നിങ്ങളുടെ പേജ് നമ്പർ 181 എടുക്കുക. അതിൽ പ്രോബ്ലം നമ്പർ 9 എന്ത് ചെയ്യുക എടുക്കുക. പ്രോബ്ലം നമ്പർ 9 എന്ത് ചെയ്യുക എടുക്കുക. അതിൽ 2 securities TVS and NES in the portfolio of Mr. Shashi with expected returns of 24% and 15% respectively. ഇതാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് 2 സെക്യൂരിറ്റീസ് ആണുള്ളത്. ഇൻവെസ്റ്ററുടെ പേര് അവിടെ തന്നിട്ടുണ്ട്, ശശി എന്നാണ് ഇൻവെസ്റ്ററുടെ പേര്. 2 സെക്യൂരിറ്റീസ് TVSഉം NESഉം ആണ്. 2 കമ്പനികളുടെ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവരുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. TVSൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 24% ആണ്. NESൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ്. അതേസമയം നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺസിൻ്റെ ഒരു ആവശ്യം തൽക്കാലം എവിടെ വരുന്നില്ല. നമ്മുടെ ഈ ഒരു പോർട്ട്ഫോളിയോ വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. നോക്കാം എന്തെങ്കിലും ഉപയോഗം അതിനുണ്ടോ എന്നുള്ളത്. ഇനി their സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 50 and 30. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 50ഉം 30ഉം ആണ്. 50% and 30% റെസ്പെക്റ്റീവ്ലി. അതായത് TVSൻ്റെ 50, NESൻ്റെ 30. ഇനി the portfolio is created with 40% of funds in TVS and 60% of funds in NES. അവിടെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട് വ്യക്തമായിട്ട്. TVSൽ 40% ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി 60%ഉം എന്തിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? NESലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് വളരെ ആവശ്യമുള്ളൊരു വേറൊരു സംഭവമാണ് അവിടെ തന്നിട്ടുള്ളത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദ റിട്ടേൺസ് of TVS and NES is -0.60. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -0.60 ആണ്. ഓക്കെ, ആൻഡ് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വി ഷുഡ് യൂസ് ദിസ് ഫോർമുല. ദിസ് ഫോർമുല ഈസ് ഫോർ ഫൈൻഡിങ് ഔട്ട് പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലേ. പോർട്ട്ഫോളിയോ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. വേരിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനെ സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി അല്ലേ. നമുക്ക് കിട്ടിയ എമൗണ്ടിനെ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും അല്ലേ. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് എന്ത്? വേരിയൻസ്. നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് നമ്മളോട് ചോദിച്ചിട്ടുള്ള വേരിയൻസ് അല്ല. അപ്പോൾ വേരിയൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എവിടേക്ക് പോവുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി അവിടെ നമുക്ക് വേണ്ട സംഗതികളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. ദാറ്റ് ഈസ് XX എന്ന് പറയുന്നത് 40% ആണ്. ആൻഡ് XY എന്ന് പറയുന്നത് 60% ആണ്. ആൻഡ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 50 ആണ്. ആൻഡ് സിഗ്മ വൈ എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. ബാക്കി നമുക്കെല്ലാം കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് RXY ആണ്. അത് -0.60 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വേണ്ട സംഗതികളൊക്കെ പ്രോബ്ലത്തിൽ നേരിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സംഗതികൾ അവിടെ ആയി അല്ലേ. അപ്പോൾ XX² എന്ന് പറയുമ്പോൾ 0.40. XX ആണ് 0.40. ദെൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ചെയ്യുക. ദെൻ സിഗ്മ X² എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് X എന്ന് പറയുന്നത് 50 ആണ്. സോ 50 സ്ക്വയർ പ്ലസ് XY എന്ന് പറയുന്നത് 60% ആണ്. സ്ക്വയർ ചെയ്യുക ഇൻറ്റു സിഗ്മ Y എന്ന് പറയുന്നത് 30 ആണ്. സോ 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.40 ഇൻറ്റു 0.60. ഓക്കെ, ഇപ്പുറത്തേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്ത് എഴുതുന്നുണ്ട്. ഇതിനെ എന്ത് ചെയ്യുക? RXY എന്ന് പറയുന്നത് -0.60 ഇൻറ്റു സിഗ്മ എക്സ് എന്ന് പറയുന്നത് 50, സിഗ്മ വൈ എന്ന് പറയുന്നത് 30. അപ്പോൾ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് എത്രയാണ് എന്നുള്ളത് നോക്കാം.
ആദ്യത്തെ സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.16 ഇൻറ്റു 50 സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2500 പ്ലസ് ഓക്കെ 0.60 സ്ക്വയർ 0.36 ഇൻറ്റു 900 ഓക്കെ ഇൻറ്റു ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട് 240.60 it will 0.36 ഓക്കെ ഇതിനെ മൊത്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -432 ആണ്. -432 ഓക്കെ ഈ 2 ഇൻറ്റു ഇറ്റ് വിൽ ബി പ്ലസ് സൈൻ മൈനസ് ആയിട്ട് മാറും. സോ 400 നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക, അവിടുത്തെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് -432 ആണ് അവിടെ കിട്ടുക. ആൻഡ് ഇറ്റ് വിൽ ബി 292. സോ പോർട്ട്ഫോളിയോ വേരിയൻസ് വിൽ ബി 292 ആണ് നമുക്ക് കിട്ടുന്നത്. വേരിയൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി square root of 292 and it will be 17.0. ഓക്കെ സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഇവിടെ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല അല്ലേ. ജസ്റ്റ് ഇതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് ഓരോന്നിനും ഇട്ട് കൊടുത്തു എന്നല്ലാതെ വേറൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. മിക്കവാറും ഇങ്ങനെയായിരിക്കും പ്രോബ്ലംസ് വരിക. പക്ഷെ ഫോർമുല അറിയാതെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് സാധിക്കില്ല. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഫോർമുലയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. എക്സ് വൈ സ്ക്വയർ എക്സ് വൈ സ്ക്വയർ ഓക്കെ. അതുപോലെ തന്നെ സിഗ്മ എക്സ് സിഗ്മ വൈ, പിന്നെ കോറിലേഷൻ കോഎഫിഷ്യൻ ദാറ്റ് ഈസ് RXY. ഇത്രയേ വരുന്നുള്ളൂ. അതിൽ വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. സോ ബൈ ഹാർട്ടായിട്ട് ഫോർമുല പഠിക്കണം, ചെയ്യണം. ആൻഡ് വി ക്യാൻ ഗോ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. അതിൽ കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സംഭവങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ നോക്കാം. പേജ് നമ്പർ 179, പ്രോബ്ലം നമ്പർ 7. പേജ് നമ്പർ 179, പ്രോബ്ലം നമ്പർ 7. Stock X and Y yielded the following returns for the past 2 years. ഓക്കെ, എക്സും വൈയും ഉണ്ട്. അപ്പം തന്നെയായാലും പോർട്ട്ഫോളിയോയിൽ 2 സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എക്സും വൈയുമാണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ റിട്ടേൺസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 2 കൊല്ലങ്ങളിലെ റിട്ടേൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 2014ലെയും 2015ലെയും 2015ലെയും റിട്ടേൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ റിട്ടേൺസ് എക്സിൻ്റെ റിട്ടേൺസ് 18% തന്നിരിക്കുന്നത്. എക്സിൻ്റെ റിട്ടേൺസ് 12ഉം 18ഉം 2 കൊല്ലങ്ങളിൽ, വൈയുടെ 14ഉം 12. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതിൽ നമ്മളോടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാണ് ആ പ്രോബ്ലത്തിനെ വലുതാക്കുന്നത്. 4 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ മേഡ് അപ്പ് ഓഫ് 60% എക്സ് ആൻഡ് 40% വൈ. ഓക്കെ, നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. ഓക്കെ, പോർട്ട്ഫോളിയോൻ്റെ നമുക്കിവിടെ തന്നിട്ടുള്ളത് പോർട്ട്ഫോളിയോൻ്റെ ഉള്ളിലുള്ള ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? പോർട്ട്ഫോളിയോൻ്റെ
എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് അവിടെ ഒരു ചെറിയ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ERP അല്ല, ERP എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഓഫ് ദ പോർട്ട്ഫോളിയോ is equal to sigma WIERI. ഓക്കെ, സിഗ്മ WIERI എന്നുള്ളൊരു ഫോർമുല നമ്മളവിടെ യൂസ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ സെയിം ഈ പ്രോബ്ലത്തിൽ നമുക്കത് ആ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം, പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ ഓരോ സ്റ്റോക്കിൻ്റെയും അതിലൊരു സെക്യൂരിറ്റി എക്സും ഉണ്ട്, സെക്യൂരിറ്റി വൈയും ഉണ്ട്. സെക്യൂരിറ്റി എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സെക്യൂരിറ്റി വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫോർമുല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എന്താണ് ആ ഫോർമുല? SD is equal to sigma possible returns minus expected returns divided by n. That is a formula for finding out the standard deviation. Okay, that is square root of sigma possible returns minus expected returns divided by n. അങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇതിൽ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് കോവേരിയൻസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റോക്ക് എക്സ് ആൻഡ് വൈ? സ്റ്റോക്ക് എക്സും വൈയും കണക്കിലെടുക്കുമ്പോൾ അവിടെ ഏതാണ് അതിൻ്റെ കോവേരിയൻസ്, അറ്റ് ദി സെയിം ടൈം കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണ്? ഫോർമുല പഠിച്ചതല്ലേ? എന്താ ഫോർമുല? കോവേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ദാറ്റ് ഈസ് സിഗ്മ RX മൈനസ് R bar X into RY minus R bar Y divided by N. If there is no probability ഉണ്ടെങ്കിൽ it should be sigma P into RX minus R bar X into RY minus R bar Y. അല്ലേ, n കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ, നോട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോവേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൽ നിന്നും നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫോർമുല എന്താ? കോവേരിയൻസ് XY ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി 3 ക്വസ്റ്റ്യൻ അല്ല 4 ക്വസ്റ്റ്യൻ ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോർട്ട്ഫോളിയോ റിസ്ക്? എന്താണ് പോർട്ട്ഫോളിയോ റിസ്ക്? ഇഫ് അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, പോർട്ട്ഫോളിയോ 60% എക്സ് ആൻഡ് 40% വൈ. നേരത്തെ പറഞ്ഞു തന്നെയാണ്, വീണ്ടും അവർ ആവർത്തിച്ച് പറയുന്നത്. 60% എക്സിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി 40% എവിടെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വൈയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദ പോർട്ട്ഫോളിയോ മെയ്ഡ് അപ്പ് ഓഫ് 60% ആൻഡ് ഓഫ് എക്സ് ആൻഡ് 40% ഓഫ് വൈ. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് മായ്ക്കുന്നു. Expected returns of the portfolio is equal to sigma T into, it is a formula for finding out this expected returns of the portfolio. ERP is equal to sigma WI and expected return of I. Okay, then
ഇവിടെ നമുക്ക് WI കിട്ടിയിട്ടുണ്ട് ഇല്ലേ? WI നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വെയിറ്റ് നമുക്കറിയാം. ഓരോ സെക്യൂരിറ്റിയുടെയും വെയിറ്റ് നമുക്ക് അറിയാം. എത്രയാണ് സെക്യൂരിറ്റിയുടെ വെയിറ്റ്? എത്രയാണ്? ഒരെണ്ണം 60% ആണ്, മറ്റേത് എത്രയാണ്? 40% ആണെന്ന് നമുക്ക് അറിയാം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അതേസമയം ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്കറിയില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ റിട്ടേൺസ്, ഓരോ സെക്യൂരിറ്റീസിൻ്റെയും റിട്ടേൺസ് അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? തന്നിരിക്കുകയാണ് അല്ലേ? നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് അറിയോ? ഇല്ല. നമുക്ക് ആദ്യം തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് വേണം എന്തിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ? നമ്മുടെ ഫോർമുലയിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ. ഇനി എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കണ്ടുപിടിക്കുക? എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഓഫ് സെക്യൂരിറ്റി എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കിയേ, എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് നോക്കി നോക്കിയേ. എക്സിൻ്റെ റിട്ടേൺസ് എത്രയൊക്കെയാണ്? എക്സിൻ്റെ റിട്ടേൺസ് എത്രയൊക്കെയാണ് വരണേ? എക്സിൽ 12 വരുന്നുണ്ട്, 18 വരുന്നുണ്ട് അല്ലേ? 2014 12 റുപ്പീസ് വരുന്നുണ്ട്, 2015 18 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എത്രയായിരിക്കും? എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ജസ്റ്റ് അതിൻ്റെ ഒരു മീൻ കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ 2 ഐറ്റംസേ ഉള്ളൂ അല്ലേ? 2 ഐറ്റം. അവിടെ പ്രോബബിലിറ്റിയോ വേറെ സംഗതികളോ ഒന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല. പ്രോബബിലിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ XI PI എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നാനേ. പക്ഷെ ഇവിടെ തൽക്കാലം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 റിട്ടേൺസ് ഉണ്ട്, അതിന് രണ്ടിനെയും കൂടെ കൂട്ടുക, ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2, ദെൻ വി വിൽ ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. എത്രയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ റിട്ടേൺസ് എത്രയൊക്കെ തന്നിരിക്കുന്നത്? 12ഉം 18ഉം അല്ലേ? സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ലൈക്ക് ദിസ്: 12 + 18 ഡിവൈഡഡ് ബൈ 2, then 30 divided by 2, and it will be 15. Expected return of security X is 15. Okay, likewise Y എങ്ങനെ കണ്ടുപിടിക്കുക? സെക്യൂരിറ്റി Y is equal to, അവിടെയും നമ്മൾ അവരുടെ Yയുടെ 2 റിട്ടേൺസ് എടുക്കുക. ദാറ്റ് ഈസ് 14 and 12 അല്ലേ? ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. 14 and 12 will be 26 divided by 2, and it will be 13. So Xന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് 15ഉം എക്സിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് 15ഉം Yയുടെ 13ഉം. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കിട്ടി. ഇനി നമുക്കതൊന്ന് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്താലോ? എന്താണ് ഫോർമുല? ഫോർമുല ഈസ് ERP is equal to sigma WI I. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ 2 സെക്യൂരിറ്റീസ് ആണുള്ളത്. ഇതിൻ്റെ പ്രപ്പോർഷൻ നോക്കി നോക്കുക. എക്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ പ്രപ്പോർഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 60%. സോ 0.60 ഇൻറ്റു അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്? എക്സ്പെക്റ്റഡ് റിട്ടേൺ 15. ഓക്കെ, ഇവിടെ സിഗ്മയാണ് തന്നിരിക്കുന്നത്. നമ്മൾ സം ടോട്ടൽ ചെയ്യണം. സോ ഷുഡ് ബി ആഡഡ് വിത്ത്. ഓക്കെ, ദെൻ വെയിറ്റ് ഓഫ് സെക്യൂരിറ്റി Y എത്രയാണ്? 40%. 0.40 ഇൻറ്റു 13. ഓക്കെ, ദെൻ അങ്ങനെ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഇറ്റ് വിൽ ബി, സോ 9 + 5.2 ആണ് ഇവിടെ വരിക. ദെൻ നമുക്ക് കിട്ടുക 14.2 ആണ്. നമുക്ക് എന്ത് കിട്ടുക? പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കിട്ടുക. ദാറ്റ് ഈസ് ERP. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താ? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലേ? 2 സെക്യൂരിറ്റീസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ്
square root ആണ്. That is sigma possible returns minus expected returns divided by 2. Not 2, it should be divided by n. So this is the formula for finding out. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ച അതേ ഫോർമുല തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ പോസിബിൾ റിട്ടേൺസ് മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വരിക രണ്ട് പോസിബിൾ റിട്ടേൺസ് ആണ് എക്സിന് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് രണ്ട് പോസിബിൾ റിട്ടേൺസ് വന്നിട്ടുള്ളത്? ഒന്ന് 2014 12 2015 18. സോ 12 ഇവിടെ ഒരു സിഗ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത്. സോ 12 മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് എക്സിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് 15 ആണ്. ഇത് സിഗ്മയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സിഗ്മ നമ്മൾ ഇവിടെ എഴുതുന്നില്ല, അതിന് പകരം നമ്മളിവിടെ പ്ലസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 18 ആണ്. സോ 18 മൈനസ് 15 ഇവിടെ വരും. 15 ഹോൾ ഡിവൈഡഡ് ബൈ n. ഹോൾ ഡിവൈഡഡ് ബൈ n ആണ് അവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്, നമുക്കിവിടെ സ്ക്വയർ ഇടണം അല്ലേ. നമ്മൾ ഡീവിയേഷൻ സ്ക്വയർ ആണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക അല്ലേ. ഡീവിയേഷൻ സ്ക്വയർ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ച ഫോർമുല മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് വേണം ഇവിടെ ചെയ്യാൻ. നമ്മളിവിടെ അവിടെ ടേബിൾ വരച്ച് ചെയ്തിരുന്നത്, കാരണം ഒരു 5 6 8 ഒക്കെ റിട്ടേൺസ് തന്നിരുന്നപ്പോൾ നമ്മളത് ടേബിൾ വരച്ച് ഡി ആദ്യം കണ്ടു, എന്നിട്ട് ഡീവിയേഷൻ സ്ക്വയർ കണ്ടു, എന്നിട്ട് ആ ഡീവിയേഷൻ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കോളം നമ്മൾ ടോട്ടൽ ചെയ്തിട്ടാണ് സിഗ്മ കണ്ടുപിടിച്ചത്. ഇവിടെ ആകെപ്പാടെ 2 റിട്ടേൺസേ ഉള്ളൂ അല്ലേ. 2 റിട്ടേൺസ് ഉള്ള സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഇനി ടേബിൾ വരയ്ക്കാൻ നിൽക്കണോ? വേണ്ട. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ സിഗ്മയെ നമുക്ക് വേണ്ടു. സിഗ്മ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോസിബിൾ റിട്ടേൺ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എടുത്തു, അതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഒരു ഡി സ്ക്വയർ നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ അതിൻ്റെ സിഗ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ കോളം ടോട്ടൽ ചെയ്യുന്നതിന് പകരം അതിൻ്റെ അടുത്ത ഡീവിയേഷനും കൂടി നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. 18 മൈനസ് 15 നമ്മൾ കണ്ടുപിടിച്ചു, അതിന് സ്ക്വയർ ചെയ്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ n. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ വരിക? 12 മൈനസ് 15 3 അല്ല. 3 എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളും കൂടെ മുമ്പിൽ വരും. അതായതാ മൈനസ് 12 15 കുറയ്ക്കുമ്പോൾ -3. -3 സ്ക്വയർ പ്ലസ് 18 മൈനസ് 15 3 അല്ലേ. അപ്പോൾ -3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പ്ലസ് +3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. എൻ എത്ര എന്നുകളുണ്ട് ഇവിടെ? 2 എന്നുകൾ, 2 ഒബ്സർവേഷനുകൾ അല്ലേ. സോ 2 9 + 9 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 18. Then 18/2 is equal to വീണ്ടും 9. So our answer will be 3. So സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3 ആണ് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. നോക്കിയേ, വൈയുടെ റിട്ടേൺസ് എത്രയൊക്കെയാണ് വരുന്നത് നോക്കിയേ. വൈയുടെ റിട്ടേൺസ് വരുന്നത് 14ഉം 12ഉം. സോ 14 മൈനസ് അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എത്രയാണ്? 13 അല്ലേ. വൈയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത്. സോ 14 മൈനസ് 13 സ്ക്വയർ പ്ലസ് അടുത്തത് 12 ആണ് റിട്ടേൺസ് വരുന്നത് അല്ലേ. 12 മൈനസ് 13 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദെൻ 14 മൈനസ് 13 എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 12 മൈനസ് 13 എന്ന് പറയുന്നത് -1 സ്ക്വയർ ബൈ 2 അല്ലേ. അപ്പോൾ എന്ത് വരും? 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, again -1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ 1 + 1 ഇസ് ഈക്വൽ ടു 2. 2 divided by 2, then it will be 1. So the answer will be
സ്ക്വയർ റൂട്ട് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ y കിട്ടി നമുക്ക്. അത് എത്രയാണ്? ദാറ്റ് ഈസ് 1. അപ്പോൾ രണ്ടും കിട്ടിയില്ലേ? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ലേ? സാധിച്ചു. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ വാസ് what is the covariance and coefficient of correlation between stock X and stock Y? സ്റ്റോക്ക് എക്സും സ്റ്റോക്ക് വൈയും തമ്മിലുള്ള കോവേരിയൻസും അതോടൊപ്പം തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കോവേരിയൻസ്, എങ്ങനെയാണ് കോവേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് COV. ഇവിടെ എന്താ എഴുതുക? എന്തിൻ്റെ കോവേരിയൻസാ? COV XY is equal to COV XY is equal to നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ ആർ എക്സ് മൈനസ് ആർ ബാർ എക്സ് ഇൻറ്റു ആർ വൈ മൈനസ് ആർ ബാർ വൈ ഡിവൈഡഡ് ബൈ n അല്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല. എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? കോവേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർ എക്സ് മൈനസ് ആർ ബാർ എക്സ് കണ്ടുപിടിക്കണം. ആർ വൈ മൈനസ് ആർ ബാർ വൈ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരണം. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ എന്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടേബിളായിട്ട് വരച്ച് ചെയ്യാം. ആർ എക്സ് എഴുതുക. ആർ എക്സ് വിൽ ബി എത്രയ്ക്കാ? 12 18. 12 18. എഗെയിൻ ആർ എക്സ് മൈനസ് ആർ ബാർ എക്സ് ഇറ്റ് വിൽ ബി, ഇതൊന്ന് ഞാൻ ചെറുതാക്കുന്നുണ്ട്, ഇറ്റ് വിൽ ബി ആർ എക്സ് മൈനസ് ആർ ബാർ എക്സ് 12 മൈനസ് ആർ ബാർ എക്സ് എത്രയാ? ശേഷം നമ്മൾ നേരത്തെ കണ്ട തന്നെ 15. 12 മൈനസ് 15 മൈനസ് 3. 18 മൈനസ് 15 3. ദെൻ ആർ വൈ എത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല? 14 12 14 12. സോ ആർ വൈ മൈനസ് ആർ ബാർ വൈ എത്രയാണ്? ഇറ്റ് ഈസ് 14 മൈനസ് 13 1. 12 മൈനസ് 13 മൈനസ് 1. ദെൻ ഇനി നമുക്കിത് കണ്ടുപിടിക്കാം അല്ലേ? ഇത് കണ്ടുപിടിച്ചൂടെ? അതായത് ഇവിടുത്തെ രണ്ടാമത്തെ കോളവും നാലാമത്തെ കോളവും, ഈ രണ്ടാമത്തെ കോളവും നാലാമത്തെ കോളവും കൂടിയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിവിടെ എഴുതാം ആർ എക്സ് മൈനസ് ആർ ബാർ എക്സ് ഇൻറ്റു ആർ വൈ മൈനസ് ആർ ബാർ വൈ. കിട്ടുക എത്രയാ? -3 ഇൻറ്റു 1 ഇറ്റ് വിൽ ബി -3. ഓക്കെ. ദെൻ 3 ഇൻറ്റു -1 ഇറ്റ് വിൽ ബി -3 അല്ലേ? അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഇറ്റ് വിൽ ബി -6. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -6 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്തു? കിട്ടി അല്ലേ? ഇതിൻ്റെ ഉത്തരം ഈ മുകളിലുള്ള ന്യൂമറേറ്ററിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയത് എത്രയാ? -6 ആണ്. പക്ഷെ ഒരു ഡിനോമിനേറ്ററും കൂടി അതിൻ്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്? കിടക്കുന്നത് ടേബിൾ മാറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. -6 ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? കിട്ടിയിട്ടുള്ളത്. ദെൻ ഇത് ഞാൻ മാച്ചു. ഇവിടെ ഒരു n ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഇത് നമുക്ക് കിട്ടി -6 എന്ന് കിട്ടി. n എന്ന് പറയുന്നത് നമുക്കറിയാം 2 ആണെന്നറിയാം. സോ അപ്പോൾ -6 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് കിട്ടുക. -6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ഇറ്റ് വിൽ ബി -3 അല്ലേ? -3 ആണ് നമ്മുടെ എന്ത് വരിക? കോവേരിയൻസ് XY വരിക. ഇനി പക്ഷേ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതേതാ? കോവേരിയൻസ് XY കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക?
കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല എന്താ? ഇത് മാറ്റിയാണ് ഫോർമുല. കോവേരിയൻസ് ഓർമ്മ വേണം. ഇറ്റ് ഈസ് -3. ദെൻ കോഎഫിഷ്യൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? കോഎഫിഷ്യൻ്റ് എങ്ങനെ എഴുതുക നമ്മൾ? RXY is equal to -3 divided by സിഗ്മ എക്സ് എത്രയാ? എന്താ ഫോർമുല എന്താ? കോവേരിയൻസ് XY ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. സിഗ്മ മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് നമുക്ക് എത്ര കിട്ടിയിരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് കിട്ടിയിട്ടുള്ളത് 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എത്ര കിട്ടിയിട്ടുള്ളത്? 1. ഓക്കെ, സോ -3 divided by 3. It will be -1. So our coefficient of correlation is -1, and -1 stands for perfectly negative correlation, and risk is less. Okay, so നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. ആൻഡ് നാലാമത്തെ ചോദ്യം എന്താ? ഇനി നമുക്ക് കിട്ടേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ്. ദെൻ അവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വാട്ട് ഈസ് പോർട്ട്ഫോളിയോ റിസ്ക് എന്നാ പറഞ്ഞിട്ടുള്ളൂ. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. വാട്ട് ഈസ് പോർട്ട്ഫോളിയോ റിസ്ക് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തുതന്നെയാണ്? പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ്. അവിടെ വെയിറ്റ് അവിടെ വീണ്ടും അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. 60% എക്സ് ആൻഡ് 40% വൈ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. ഫോർമുല എന്താ? ഫോർമുല മറക്കരുത്. ദാറ്റ് ഈസ് സിഗ്മ P square. Sigma P square is equal to x square sigma x square plus xy square sigma y square plus 2 xy into r xy sigma x sigma y. So this is the formula for finding out this portfolio variance. And നമുക്ക് എന്തൊക്കെ അവിടെ നമുക്ക് വേണം, എന്തൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ, ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എക്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് 60%. ആൻഡ് ഓൾസോ XY നമുക്കറിയാം, ഇറ്റ് ഈസ് 40%. സിഗ്മ എക്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് 3 അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ XY ആണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അറിയാമോ? നമുക്ക് അറിയാം. നമ്മൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ നമുക്ക് കിട്ടിയിട്ടുള്ളത് -1 ആണ് അല്ലേ. അപ്പം നമുക്ക് കിട്ടേണ്ട എല്ലാ, വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത് സിഗ്മ എക്സ് സിഗ്മ വൈ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേണ്ട എല്ലാ സംഗതികളും നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു? കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി ജസ്റ്റ് അതിലേക്ക് എന്ത് ചെയ്താൽ മാത്രം മതി? അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ we have to complete that problem. You should find out the answer for the fourth question. What is the variance of the portfolio? That is the risk of the
പോർട്ട്ഫോളിയോ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് എത്രയാണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. നമ്മൾ 4 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. 3 ക്വസ്റ്റ്യൻസിനും ഉത്തരം കണ്ടുപിടിച്ചു. 4ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നിർത്തിയിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പ്രോബ്ലം ഇച്ചിരി വലിയൊരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തോടു കൂടി നമുക്ക് നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ ആൻഡ് ഹിയറിങ് മീ. ഓക്കെ, താങ്ക് യു.